അന്നേരം ഒരു പൈശാചികമായൊരു രൂപം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാല് സത്യം പറഞ്ഞ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കും. കാരണം ഒരു കറുത്ത രൂപം എൻ്റെ തൊട്ടടുത്ത് തല കുനിച്ചെന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ എൻ്റെ കൂടെ ആ രൂപം കിടക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റാത്തതാണ്, എൻ്റെ കൂടെ ഉണ്ട്, എന്നെ തൊടുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാത്തതാണ്, എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ. ടുഡേ as you already know, this is my podcast channel. So here I am sharing my paranormal experiences or ghost stories, etc etc etc. സോ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. സോ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഏകദേശം PGക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഹോസ്റ്റലിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പം നടന്നൊരു സംഭവമാണിത്. അപ്പം അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഈ നമ്മളെ കിളിമരം എന്ന് പറയും നാട്ടില്. അപ്പം കിളിമരം എന്ന് പറഞ്ഞ മരത്തില് ഇങ്ങനെ മുല്ലപ്പൂ ഇഷ്ടം പോലെ പൂത്ത് നിൽക്കും. അപ്പം എനിക്ക് മുല്ലപ്പൂവിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ വീട്ടിലുള്ള ആളോടെയും ചോദിച്ചു എനിക്ക് ഇച്ചിരി മുല്ലപ്പൂ തരാമോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഏകദേശം 6, 6:30, 7 മണി സമയത്താണ് ഞാൻ ഈ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ വാങ്ങിച്ച് ഞാൻ വീട്ടിലോട്ട് കയറി. ഞാൻ ഈ മുല്ലപ്പൂവൊക്കെ കൊരുത്ത് വെച്ചിരുന്നു. നാളെ കെട്ടാനാണെന്നുള്ള രീതിയിൽ ഞാനിത് മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ കിടക്കാനായിട്ട് പോയി. അപ്പൊ ആ സമയത്ത് അന്നെൻ്റെ വീട്ടിലുള്ളത് ഞാനും അച്ഛനും അമ്മയും മാത്രമാണ്. ചേച്ചി അന്ന് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു റൂമിൽ ഞാൻ രാത്രിയിൽ കിടന്നു. അപ്പൊ കിടക്കുന്ന സമയത്ത് നോർമലി ഞാൻ കൊറിയൻ ഡ്രാമയൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മൂവിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ നോർമലി കിടക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് നേരത്തെ ഉറക്കം വന്നു. അപ്പം ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുകയാണ്. കാരണം ഞാൻ എൻ്റെ റൂമിൽ ഈ മുല്ലപ്പൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് അത്ര ജീവനാണ്. അപ്പം റൂമിൽ ഇത് വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. അങ്ങനെ ഇത് റൂമിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നിറങ്ങുന്നത്. അങ്ങനെ ഞാൻ ഉറങ്ങി. അപ്പൊ ഏകദേശം 10:30, 11 മണി ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നു. ഓർക്കുന്നില്ല, ഇത്ര നാളായില്ലേ. അങ്ങനെ ഞാൻ കിടന്നു. അങ്ങനെ കിടന്നിട്ട് ഏകദേശം ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏകദേശം സമയമെന്ന് പറയാൻ കാരണം ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള സമയം എനിക്കറിയാലോ. അപ്പം ഏകദേശം ഒരു 1:30, 2 മണിയായ സമയത്തായിരിക്കണം എന്നെ ആരോ തട്ടി വിളിക്കുന്ന പോലെയോ എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെയോ എനിക്കൊരു അനുഭവം എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം അങ്ങ് തോന്നുകയാണ്. ലൈക്ക് someone is watching me, ആരോ എൻ്റെ അടുത്തുണ്ട്, അപ്പം അവരെന്നെ തട്ടി വിളിക്കുന്നു. അപ്പം നമ്മുടെ ഒരു മനസ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏത് സമയത്താണെങ്കിലും പേടി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ല. കാരണം നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് തോന്നുകയാണ് എന്നെ അടുത്ത് ആരോ ഉണ്ട്, അവരെന്നെ തൊടുന്നുണ്ട്, എന്നോട് എഴുന്നേക്കാൻ പറയുന്നുണ്ട്, എന്നെ തട്ടി വിളിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ എഴുന്നേറ്റു. എൻ്റെ മനസ്സിൽ എന്തോ ഒരു പേടി തട്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പം ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കിടക്കണം. എനിക്ക് കണ്ണ് തുറക്കാൻ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് കണ്ണ് തുറന്നാൽ എന്ത് സംഭവിക്കും? ആരും അച്ഛനും അമ്മയും അടുത്തില്ല, അച്ഛനും അമ്മയും വേറൊരു മുറിയിലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ സർവ്വധൈര്യവും സംഭരിച്ച് ഞാൻ കണ്ണ് തുറന്നതും സത്യം പറഞ്ഞ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കും. കാരണം ഒരു കറുത്ത രൂപം എൻ്റെ തൊട്ടടുത്ത് തല കുനിച്ചെന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ കട്ടിലിൽ കിടക്കുന്നു, ഇത് നിൽക്കുന്നു എൻ്റെ അടുത്ത്, എന്നെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങ് മരവിച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് പറഞ്ഞു, ഇതെനിക്ക് തോന്നുന്നതാണ്, ഇത് റിയൽ അല്ല, ഇത് തോന്നുന്നു, ഉറപ്പായിട്ടും തോന്നുന്നതാണ്, ഇങ്ങനെ പ്രേതമൊന്നും ഇല്ല, എനിക്കിത് തോന്നുവാണെന്ന് 2-3 വട്ടം ഞാൻ കണ്ണടച്ച് ഞാൻ പറഞ്ഞു, റിയൽ അല്ല ഗായത്രി, റിയൽ അല്ല. കണ്ണ് തുറന്നിട്ട് പതുക്കെ ശ്വാസമൊക്കെ വിട്ടിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാണ്, ഓക്കെ ഇത് റിയൽ അല്ല, ഇത് റിയൽ ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറന്നതും ഈ രൂപം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എൻ്റെ സർവ്വ നിയന്ത്രണവും പോയി. ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് അപ്പം കിട്ടിയ ശക്തിയിൽ ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പൊ എൻ്റെ കട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനാണ്. അപ്പം റൂമിന്റെ വാതിൽ ഇവിടെയാണ് ആ രൂപം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുന്നേക്കില് എൻ്റെ 2 കാലുകളും കൊണ്ട് ഞാൻ ഈ രൂപത്തിനെ ഞാൻ ചവിട്ടി ഞാൻ ഈ കട്ടിലിന്റെ പുറകിലോട്ട് പോയെന്നിരുന്നു പേടിച്ച്. അപ്പം ചവിട്ടുമ്പോൾ എനിക്കൊന്നും ഫീൽ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എനിക്കറിയാം ഞാൻ ഇതിനെ ചവിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം.
ഞാൻ മൂലയിൽ പോയിരുന്നിട്ട് ഞാനൊരു ഒറ്റ അലർച്ച. അപ്പം ആ അലർച്ചയിൽ എൻ്റെ അച്ഛനും അമ്മയും ഓടി വന്നു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അമ്മ വന്നപ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ആ എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ ആ അലറി വിളിച്ചത് തന്നെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം അമ്മ ചോദിച്ചു, എന്താ പറ്റി, എന്താ കാര്യം, എന്താ? അമ്മ വിചാരിക്കുന്നത് എന്താ വല്ല കള്ളനോ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ അപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കണം. കാരണം ചുണ്ട് വരെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കാണ്, കൈയൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാം. അപ്പം ആ അമ്മ അത് ടെൻഷനായി. അപ്പൊ അമ്മ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ വന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ കൂടെ കൊണ്ട് എന്നെ കിടത്തിപ്പിച്ചു. പക്ഷെ അമ്മയുടെ കൂടാണ് ഞാൻ കിടക്കുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുകയാണ് ഇയാൾ എൻ്റെ പുറകിലുണ്ട്. അമ്മയുടെ കൂടെ ഞാൻ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ഓക്കെ, ഈ രൂപം അവിടുന്ന് എൻ്റെ കൂടെ വന്നു, ഇപ്പൊ എൻ്റെ കൂടെ ആ രൂപം കിടക്കുകയാണ്, എനിക്ക് കാണാൻ പറ്റാത്തതാണ്, എൻ്റെ കൂടെ ഉണ്ട്, എന്നെ തൊടുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാത്തതാണ്, എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ സകലജാതി ചിന്തകളും എൻ്റെ മനസ്സിലോട്ടെന്ന് വെച്ചാൽ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് തൊട്ട് തല വരെ ഞാൻ പേടിച്ച് വീർത്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പാരനോർമൽ കാര്യങ്ങൾ പഠിക്കുകയും അങ്ങനെയുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. ഒരുപാട് ഐ എം സ്റ്റിൽ ലേണിംഗ്. അപ്പം അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ രാത്രി പേടിച്ച് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നുള്ളൊരു വാശി എനിക്കുണ്ട്. കാരണം ഞാനിത് എന്തോ രൂപത്തിനെ കണ്ടുപിടിച്ച് ഇത് ആരെങ്കിലും പറയുമ്പോഴത്തേക്ക്, ആരുടെങ്കിലും നമ്മളിത് പറയുമ്പോഴത്തേക്ക് അവർ നമ്മളെന്തോ തോന്നിയതായിരിക്കും. പക്ഷെ നമ്മൾ കണ്ട് നമ്മൾ ഫീൽ ചെയ്ത് നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ നാളുകൾക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറെ പഠിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലീപ്പ് പാരാലിസിന്റെ ഒരു സൈഡാണ്. അപ്പം നമുക്ക് സ്ട്രെസ് ഒക്കെ ഒരുപാട് കൂടുതലുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷേ സയന്റിഫിക് എക്സ്പ്ലനേഷന്റെ അപ്പുറം നമുക്ക് മനസ്സിലാവാത്തതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതും മനുഷ്യന്മാർ ഇതുവരെ കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് പഠിച്ചതിൽ നിന്ന് എനിക്കത് ഊട്ടി ഉറപ്പിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുമുണ്ട്. കാരണം പല സംഭവങ്ങളായിക്കോട്ടെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്കിത് ഫീൽ ചെയ്തതാണല്ലോ, എനിക്ക് ഫീൽ ചെയ്തത് റിയൽ ആണല്ലോ. നമുക്കിപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നിനക്ക് തോന്നിയതായിരിക്കും, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് റിയൽ ആണല്ലോ, എനിക്കല്ലേ അറിയുള്ളത്. അത് ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാനത് ഫീൽ ചെയ്തല്ലോ, അപ്പൊ പിന്നെ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന രീതിയിലായിരുന്നു ഞാനത് എടുത്തിരുന്നത്. അപ്പം എനിക്ക് പഠിച്ചപ്പം സ്ലീപ്പ് പാരാലിസിസ് ആണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും യെസ്, അതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു പൈശാചികമായ ഒരു രൂപം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് എന്ത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ തന്നാലാണ് അത് നമുക്കൊരു ഇതായിട്ട് തോന്നുക. അതുപോലെ കണ്ടിന്യൂസ്ലി ഞാൻ ആ സമയത്ത് ഒരു 2-3 മണിയാകുമ്പം ഞാൻ എഴുന്നേക്കുമായിരുന്നു. സ്ട്രെസ് ഹോർമോൺ ആണോ കാര്യങ്ങളാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ഈ 2-3 AM എന്നൊക്കെ പറഞ്ഞാൽ ഡിമോണിക് ആക്ടിവിറ്റി പീക്ക് ടൈം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ അങ്ങനെ എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു അസംഷൻസ് അല്ലെങ്കിൽ എല്ലാം ഒരു ഹൈപ്പോത്തസിസ് ഒക്കെ അല്ലേ. അപ്പം നെക്സ്റ്റ് എന്തായാലും വേറൊരു സ്റ്റോറി ആയിട്ട് ഞാൻ ഒബ്വിയസ്ലി വരുന്നതാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ.